ഹായ്, നന്ദികാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ഈ ഇരിക്കുന്ന സാധനമാണ് ഇന്നത്തെ താരം. ഇതെന്താണെന്ന് മനസ്സിലായി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3 വർഷത്തോളമായി കാണും ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. നിറച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. ഇപ്പോൾ 1 വർഷത്തിനടുത്തായി നമ്മളിത് പൊട്ടിക്കണം കേട്ടോ. പൊടിയടിച്ച് അതിൻ്റെ മേളിൽ തന്നെ ഇരിക്കാൻ ഒരു കുറേ നാളായിട്ടോ. നമ്മളിവിടെ ഇല്ലായിരുന്ന സമയത്തൊക്കെ അത് അങ്ങനെ ഇരിക്കുമല്ലായിരുന്നു. അങ്ങനെ പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഇന്ന് പൊട്ടിക്കണം. ഒരു ഉദ്ദേശമുണ്ട് ഇതിൻ്റെ പിറകിൽ. നന്ദുനൊരു സർപ്രൈസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നിത് പൊട്ടിക്കുന്നത് കേട്ടോ. നാൾ കുറേ ആയി ഇത് ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ശേഖരിച്ചപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ലക്ഷ്യമൊന്നും ഇല്ലായിരുന്നു. പൈസ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇതുകൊണ്ടൊരു പ്രയോജനം വേണമല്ലോ, അത് അവൾക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിന്നത് പൊട്ടിക്കുവാണ് കേട്ടോ. അങ്ങനെ പൊട്ടിച്ചു ഇട്ടു. ഏതാണ്ടൊക്കെ കുറച്ച് ചില്ലറ നമ്മുടെ കയ്യിൽ കിട്ടുന്ന കുറച്ച് പൈസയൊക്കെ ഞാൻ അതിൻ്റെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നന്ദുൻ്റെ കയ്യിലും കൊടുത്ത് കുറേ കുഞ്ഞു ചില്ലറയൊക്കെ ഇട്ടിട്ടുണ്ട്. ചില്ലറ നിറച്ചും ഉണ്ടായിരുന്നു. നോട്ടുകൾ അത് ഈ കാണുന്നൊക്കെയാണ്. നമ്മൾ അതങ്ങനെ അടുക്കി വെച്ച് നന്ദും തീരുന്ന എണ്ണുന്നുണ്ട്. അതൊക്കെ എടുത്ത് അടുക്കി അവളും വെക്കുന്നുണ്ട്. എത്ര രൂപയുണ്ടെന്ന് നമുക്കിതൊരു അറിയത്തില്ല. ഞങ്ങളിങ്ങനെ പെറ്റു വെച്ച് എത്ര രൂപയുണ്ടെന്ന് അങ്ങോട്ട് കിടക്കെ ചോദിച്ചു. ഇതാണ് ക്യാഷ്. ഇത്രയും ഉണ്ടായിരുന്നു നോട്ടായിട്ട്. പിന്നെ മൊത്തം 5 രൂപയുടെയും 10 രൂപയുടെയും 2 രൂപയുടെയൊക്കെ കോയിൻസ് ആയിരുന്നു നിറച്ചും. എന്തായാലും നന്ദുവിനോട് ഞങ്ങൾ പറഞ്ഞില്ല, ദേ പോകാൻ വേണ്ടി റെഡി ആവണം. നന്ദുവിനൊന്നും അറിയില്ല. നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. നന്ദുവിൻ്റെ മുടി ചെയ്യുവാണ്. ഞാൻ നേരത്തെ കാച്ചിയ എണ്ണ നിങ്ങൾ കണ്ടുണ്ടോ? ആ എണ്ണ തന്നെയായിട്ട് ഇപ്പോഴും നന്ദുവിന് തല തേച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് നന്ദുവിന് മുടിയൊക്കെ വളരുന്നുണ്ട്. അപ്പോൾ ആ എണ്ണ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ, എല്ലാവരും കണ്ടു നോക്കണേ. അപ്പോൾ മുടിയെല്ലാം കെട്ടി വെച്ചു. എനിക്കിങ്ങനെ പൊക്കി കെട്ടി വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അല്ലെങ്കിൽ 2 വശത്ത്. ഇപ്പം നന്ദുവിന് 2 വശത്ത് കെട്ടുന്ന വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവൾ റെഡിയായിട്ട് വെളിയിലിറങ്ങി. ഞങ്ങളും പുറകെ റെഡിയായിട്ട് ഇറങ്ങി. കാറൊക്കെ എടുത്ത് എന്നാൽ പോയേക്കാം എന്ന് കരുതി ഞങ്ങൾ കാറൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് പോവുകയാണ്. അപ്പോഴേക്കും ഞാനും കൊച്ചും കൂടെ അവൻ എൻ്റെ കയ്യിരിക്കുന്നു. ഞാൻ ക്യാമറയൊക്കെ പിടിച്ച് അവനെ ഒന്ന് കാണിച്ച് ഞങ്ങളിങ്ങനെ കറങ്ങി അടിച്ച് എടുത്തപ്പോൾ കാറൊക്കെ എടുത്തു. ഞങ്ങൾ അതിൽ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തല ഭാഗത്തേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കാറിൽ കയറി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഈ ചെറിയ ചെറിയ മടക്കടകളുണ്ട്. ഇത് നമ്മൾ ബണ്ടി റോഡിലെ തണ്ണീർമുക്കം ബണ്ടി റോഡ് അവിടെയാണ് കേട്ടോ. അവിടെ നിറച്ചിങ്ങനെ ചെമ്മീൻ കച്ചവടം അതുപോലെ മീൻ കച്ചവടമൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ചെമ്മീനും താറാമുട്ടയൊക്കെ അവിടെ വിൽക്കുന്ന കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബണ്ടി റോഡിലോട്ട് കയറുകയാണ്. അപ്പോൾ ആ സൈഡിൽ ആരോ പുകയൊക്കെ ഇടുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കേട്ടോ. ഈ ബണ്ടി റോഡ് പണ്ട് നമുക്ക് പോകുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം നമ്മുടെ അപ്പച്ചിയുടെ വീട് ആലപ്പുഴയിലാണ്. എപ്പോഴും കുഞ്ഞിലൊക്കെ ഇങ്ങനെ നമ്മൾ വെക്കേഷനൊക്കെ പോകുമല്ലോ നിൽക്കാനായിട്ട്. അപ്പോൾ ഈ ബണ്ടി റോഡിൽ കയറി ഇങ്ങനെ നമ്മൾ ബണ്ടി റോഡിൻ്റെ ആ സൈഡിലേക്ക് ഇങ്ങനെ കായൽ കണ്ടുപോലെ ഈ ബസ്സൊക്കെ കിടന്ന് തുള്ളിച്ചാടിയ ഒരു ചാട്ട ഈ കായൽ കാണാൻ നേരത്ത്. അപ്പോൾ ആ ഒരു ഓർമ്മയൊക്കെയാണ്. പണ്ട് ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ. ഇതിപ്പോൾ നേരെ പാലം വന്നപ്പോൾ കുറച്ചുകൂടി എളുപ്പമായി. അന്നൊരു പ്രത്യേക ഫീലായിരുന്നു ഇങ്ങനെ കറങ്ങി അടിച്ചൊക്കെ പോകുന്നത്. ഇപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഹൗസ് ബോട്ടൊക്കെ ഇങ്ങനെ കായലിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ആ പുതിയ പാലം. ഈ പതിലത്തിൽ കൂടെ കയറി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ സൈഡിൽ നിറച്ചും ഇങ്ങനെ കൊടികൾ വെച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കൊടികൾ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ആ റോഡ് വഴിയാണ് നമ്മൾ പണ്ട് വന്ന് കയറിക്കൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ വീണ്ടും പൊക്കോണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ നിറച്ചും കൊടികളുണ്ട്. അങ്ങനെ തണ്ണീർമുക്കം പണ്ട് കയറി ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഈ റൂട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ ആ റൗണ്ടിൻ്റെ അങ്ങോട്ട് താഴത്തോട്ട് പോകുന്ന ആലപ്പുഴ റൂട്ട്. നമ്മൾ അങ്ങനെയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. നേരെ ചേർത്തല. അങ്ങനെ ചേർത്തല എത്തി. ഇത് KSRTC സ്റ്റാൻഡാണ് ആ കാണുന്നത്. അവിടെ നമ്മളിങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കട തപ്പി പോവുകയാണ്. ഈ സമയമൊന്നും നന്ദുവിനോട് പറഞ്ഞില്ല. അങ്ങനെ അവസാനം നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോഴും നന്ദുവിന് അറിയില്ല. ഞങ്ങൾ കാറായിരുന്നു നന്ദുവിനോട് പറഞ്ഞത്, എടാ കുഞ്ഞാവയ്ക്ക് ഒരു സൈക്കിൾ നോക്കണം, അതുപോലെ തന്നെ അച്ഛയുടെ വണ്ടിക്ക് എന്തോ ഒരു സീറ്റ് മാറണം എന്നൊക്കെ പറഞ്ഞൊക്കെ അവളിങ്ങനെ ഓരോന്ന് പറഞ്ഞാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ അവിടെ ചെന്നു. ഞാനപ്പോൾ അവളോട് ഇങ്ങനെ ചോദിച്ചു, എന്തോ നിനക്ക് സൈക്കിൾ വേണോ എന്ന് ചോദിക്കുമ്പോഴുള്ള നോട്ടാണ് ഈ കാണുന്നത്. അപ്പം പിന്നെ വേണം, കൂടുതൽ ഓവർ ഇതൊന്നും അവളൊന്നും ആകുകയില്ല. അവൾക്കിങ്ങനെ സൈക്കിൾ വേണമെന്ന് ഒരുപാട് ബഹളമൊന്നും വെച്ചിട്ടില്ല. അവൾക്ക് കുഞ്ഞുനാളിൽ അവിടെ വലിയമ്മച്ചി ഒരു ബർത്ത്ഡേക്ക് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുത്തിരുന്നു. അത് നമ്മുടെ ചെറിയ 3 വീലിൻ്റെ സൈക്കിളിൽ അതായിരുന്നു. പക്ഷേ അതിലിങ്ങനെ തൊങ്കി ആളിങ്ങനെ നടക്കുവേ. രാവിലെ ആകുമ്പോൾ സൈക്കിൾ കൊടുക്കും. എന്നിട്ട് ഈ സീറ്റിൽ നിന്ന് ചവിട്ടാനൊക്കെ ആ കുഞ്ഞു സൈക്കിളെ പോലെ ശരിക്കും അറിയില്ല. അപ്പോൾ ബാക്കിലിരുന്ന് ഇങ്ങനെ തള്ളി ചെടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു തോന്നുമല്ലോ, ശോ പാവം കൊച്ച് ഇത്രയൊക്കെ ആയില്ലേ, അവൾക്കൊരു സൈക്കിൾ വാങ്ങിക്കൊടുത്തേക്കാം. അങ്ങനെ അവിടെ അച്ഛൻ എന്നും ഇത് പറഞ്ഞ് എന്നാൽ സൈക്കിൾ വാങ്ങാം എന്ന് പറഞ്ഞ് പോന്ന പോക്കാണിത്. അപ്പോൾ ആദ്യം കയറിയ കടയുടെ തന്നെ പല ബ്രാഞ്ചുകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഏറെ സൈക്കിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലായിരുന്നു. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിറച്ചും സൈക്കിളുണ്ട്. അവിടെ സൈക്കിളൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഫിറ്റൊക്കെ ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കി നന്ദുവിന് സൈക്കിളൊക്കെ എടുത്ത് നോക്കുകയാണ്. നല്ല പാകമുള്ള സൈക്കിൾ ഏതാണെന്നൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി. ഞങ്ങളിങ്ങനെ നോക്കി ഏത് വേണം, അപ്പം ചെറുത് വേണോ വെച്ചിട്ട് വലുത് വേണം
സൈക്കിളാണോ എല്ലാ ഒരു ഏജിൽ ചവിട്ടാൻ പറ്റുന്ന സൈക്കിളൊക്കെ തന്നെയാണ്. സൈക്കിളിൻ്റെ ബില്ല് പേ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചുറ്റുവട്ടത്തുള്ള സൈക്കിളൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോഴാണ് ഈ സൈക്കിൾ എൻ്റെ കണ്ണിൽ പെട്ടത്. അതുകൊണ്ട് നൈനുവിന് പറ്റുന്ന സൈക്കിളാണല്ലോ ഇത്, നോക്കി ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എല്ലാം കൂടെ വാങ്ങാൻ ഇപ്പോൾ നമുക്ക് പൈസ അതിനുള്ള ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തായാലും നന്ദുവിൻ്റെ സൈക്കിൾ വാങ്ങി. ഭാഗ്യത്തിന് കൊടുക്കയിൽ അവളുടെ സൈക്കിൾ വാങ്ങാൻ ഉള്ള അത്രയും തന്നെ ക്യാഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സേവിങ്സ് ഒക്കെ എല്ലാവർക്കും നല്ലതാണ്. പിന്നെ പോകുന്ന അടുത്ത സർപ്രൈസിലോട്ടോ കേട്ടോ. ഇത് നന്ദുവിനോട് പറഞ്ഞിട്ടില്ല. നന്ദുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ബീച്ച്. അപ്പോൾ ഇന്നാൾ ടൂറ് പോയെങ്കിലും ബീച്ചിലൊന്നും ഇറങ്ങാൻ ടൈം കിട്ടിയില്ല, അവളെ ഇറക്കിയില്ല. അതുകൊണ്ട് അച്ഛനോട് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നെ ബീച്ചിൽ കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഔട്ടിങ് ആയിക്കോട്ടെ എന്ന് കരുതി ബീച്ചിലോട്ട് പോയതാട്ടോ. നമ്മൾ പോയത് നമ്മുടെ മാരാരിക്കുളം ബീച്ചിലാണ് പോയത്. നല്ല വൃത്തിയുള്ള സ്ഥലം, മണ്ണ് കണല, പഞ്ചാര മണൽ. നമ്മുടെ വീട്ടിലെ മണ്ണ് ഇങ്ങനത്തെ ആണെങ്കിൽ ഇത്രയൊന്നും ഇല്ല, ശകലം ഈ ഒരു ടൈപ്പ് മണ്ണാണെങ്കിലും ഇത്രയും പഞ്ചസാര കോരി എടുക്കുന്ന പോലത്തെ മണ്ണ്. നമ്മൾ വേണം പഞ്ചാര മണലെന്ന് പറയുമായിരുന്നു. അങ്ങനെ നന്ദു ബീച്ചിലോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ മാറിയിട്ടാണ് ശരിക്കും ആ ഒരു ബീച്ചിൽ നിറച്ചും ആളുകളുള്ള സ്ഥലം. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പം നമ്മൾ റൂട്ട് മാപ്പ് ഇട്ട് വന്നപ്പോൾ ഈ ഒരു സ്ഥലം എളുപ്പത്തിൽ വരാൻ പറ്റുന്ന ഒരു ഒതുങ്ങിയൊരു പ്ലേസ്, വണ്ടിയൊക്കെ ഇടാൻ പറ്റുന്ന സ്ഥലം, അധികം ആൾക്കാരും ഇല്ല, ശല്യമില്ല. പക്ഷെ ഒറ്റൊരു കുഴപ്പം, ഇരുട്ടി കഴിഞ്ഞപ്പോൾ അവിടെ വെളിച്ചമൊന്നുമില്ലായിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരം നമ്മൾ എന്തായാലും സൂര്യാസ്തമനെ കാണണമെന്ന് കരുതി ഞാനും നന്ദും കൂടെ കുറച്ച് നേരം ബീച്ചിലൊക്കെ ഇറങ്ങി ആ വെള്ളത്തിലൊക്കെ കുറച്ച് നിന്ന് തിര പെട്ടെന്ന് കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ കയറി വരുന്നു. പിന്നെ അവിടെ നിന്നൊരു ചെറിയൊരു ഷോ, നമ്മുടെ കാലിലിങ്ങനെ പാദത്തിൽ വെള്ളം വരുന്നു, അത് തിര എടുത്തുകൊണ്ട് പോകുന്നു, തിരികെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഒരു രസം തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഒരു സ്ലോ മോഷൻ ഇട്ട് എടുത്ത് നല്ല രസം. ഇങ്ങനെ തിര അങ്ങ് പോകുമ്പോൾ നമ്മളും ആ മണ്ണിൽ കൂടെ എങ്ങനെ ഇറങ്ങി പോകുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബീച്ചിൽ പോയപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സൂര്യൻ അസ്തമിക്കാനുള്ള പരുവത്തിൽ നിൽക്കുകയാണ്. ഞാനും സൂര്യാസ്തമയം കണ്ടു. എന്നാൽ നിങ്ങളെയും സൂര്യാസ്തമയം കാണിച്ചേക്കുന്നത്. ഞാൻ പതുക്കെ സൂര്യാസ്തമയത്തിൽ കുറച്ച് നേരമൊക്കെ എടുത്ത് കേട്ടോ. കുറേ നേരം ഫോൺ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നു. അപ്പം അവിടെയൊക്കെ ആൾക്കാരൊക്കെ ഫോണിലിങ്ങനെ എടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറേ സായിപ്പ് മദാമയൊക്കെ അതിൽ കൂടെ വരുന്നുണ്ട്. ഒത്തിരി ദൂരെ നിന്നുള്ള വ്യൂ ആട്ടോ. അപ്പോൾ അതിലെ കൂടെ ചെറിയൊരു വള്ളലച്ചേ ബോട്ട് അങ്ങോട്ട് പോകുന്നതാണ് ആ കാണുന്നത് കേട്ടോ. അതിങ്ങനെ സൂര്യൻ്റെ നടുക്കിലൂടെ ഇങ്ങനെ വന്നപ്പോഴേക്കും ഒരു പ്രത്യേക സീനറിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ താന്ന് അതിൻ്റെ വീട്ടിലേക്ക് പോയി. നമ്മളൊരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ കുഞ്ഞുനാളി വരച്ചുകൊണ്ടിരുന്ന ഒരു പടമല്ലേ, ഒരു കടൽ, അതിൻ്റെ മുകളിൽ ഒരു 2 മല, അവിടെ സൂര്യൻ, എല്ലാവരും വരച്ചുകൊണ്ടിരുന്ന പടമല്ലേ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ നേരിട്ട് പോയി കാണുമ്പോൾ ഒരു രസം തന്നെയല്ലോ. അങ്ങനെ സൂര്യൻ താന്ന് പോയി. പിന്നെ നമ്മളിങ്ങനെ നോക്കി നിന്നപ്പോൾ പിന്നെ നമ്മുടെ ചെമ്മാനം, നല്ല ചുവന്ന ആകാശമാണ് അവിടെ കണ്ടത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, കാരണം ഇരുട്ടി കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നന്ദുവിൻ്റെ വല്യമ്മച്ചനൊക്കെ അവിടെ തൊട്ടടുത്ത് അപ്പച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഇവിടെ ഇരുട്ടായിരുന്നു, ലൈറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു തിരിച്ച് നമുക്ക് അപ്പച്ചിയുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നു. ഇതാണ് അപ്പച്ചിയുടെ വീട്. അവിടെ ഞങ്ങൾ പിന്നെ ഒരു കുറച്ചുകൂടി ഇരുട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ രാവിലെ തന്നെ നന്ദു സൈക്കിൾ എടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് അച്ചച്ച പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.